എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ സായാഹ്ന സമയത്ത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിനോടൊപ്പമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയം ചാലക്കുടിയെ ഇത്രമാത്രം വലച്ചിരിക്കുന്നു. ഈ സനീഷ് കുമാർ ജോസഫ് എന്ന് പറയുന്ന MLA, അദ്ദേഹം ചിറക് എന്ന് പറയുന്നൊരു പദ്ധതി ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ചിറക് എന്ന് പറയുന്ന പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ചാലക്കുടിയുടെ വികസനാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് ചിറക്. പക്ഷേ തൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള സാധാരണക്കാരായ ആളുകൾ ഈ പ്രളയത്താൽ വലഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ അടിയന്തരമായി ചെയ്യാൻ പറ്റാവുന്ന സംഭവം അവർക്ക് ഉടനെ തന്നെ നൽകേണ്ടത്, ഈ നിയോജക മണ്ഡലത്തിൽ വെള്ളം കയറിയ എല്ലാ വീടുകളിലേക്കും കിറ്റുകൾ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഈ പരിയാരത്ത് മംഗലം പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2018 മുതൽ ഈ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം വെള്ളത്തിലാവുന്ന ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 1-2 പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ മംഗലം പ്രദേശം. ഇവിടുത്തെ ആളുകൾ വല്ലാത്ത ദുരന്തത്തിലും വല്ലാത്ത വിഷമത്തിലും വല്ലാത്ത ആശങ്കയിലുമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളം വന്ന സമയത്തും ഇവിടുത്തെ സ്ഥലങ്ങളിൽ വെള്ളം കയറി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, തൻ്റെ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി ഉടനെ ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ്? ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഏതൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ സഹായഹസ്തവുമായിട്ട് MLA സനീഷ് കുമാർ ജോസഫിൻ്റെ ചിറക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സഹായഹസ്തവുമായി കിറ്റുകളുമായിട്ട് ഈ സായാഹ്ന സമയത്തും വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ഈ വീടുകളെല്ലാം കയറി എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങളുടെ സംഗതികൾ, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്നെ MLA സനീഷ് കുമാർ ജോസഫ് ഇവിടെ കിറ്റുകൾ വിതരണം ചെയ്യുന്നൊരു പരിപാടി. ഇവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് MLA കണ്ടപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയായിട്ട് നീങ്ങിയത്. എന്തായിരുന്നാലും സനീഷ് കുമാർ ജോസഫ് MLAക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ എന്ത് ചെയ്യാൻ പറ്റും അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടൊരു ഇടപെടൽ ചെയ്ത MLAക്ക് അഭിനന്ദനങ്ങൾ. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങൾ, മേലൂര് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി, അല്ലെങ്കിൽ ചാലക്കുടി പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി എല്ലാ വീടുകളിലും ഇതുപോലെ കിറ്റുകൾ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ് MLA സനീഷ് കുമാർ ജോസഫ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ചാലക്കുടിയുടെ MLA ഏർപ്പെടുത്തിയിട്ടുള്ള ചിറക് പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരിയാരം മംഗലം നിവാസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കിറ്റിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ MLA ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ആളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഇതുവരെ ചെയ്തു വരികയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന MLAയെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്കും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, നന്ദിയോടെ ഓർക്കുന്നു. വർഷത്തെ പ്രളയത്തിൽ ചാലക്കുടിയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, 300ഓളം വീടുകൾ വെള്ളത്തിലായി. രാത്രി പെട്ടെന്നാണ് വെള്ളം കടന്നു വന്നത്. തീർച്ചയായും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് താലൂക്കിൽ മീറ്റിംഗ് കൂടിയിരുന്നു. താലൂക്ക് അധികൃതരോടും അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനോടും കൃത്യമായി നഷ്ടങ്ങൾ കണക്കാക്കി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനും ആ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമൊക്കെയായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ നമ്മുടെ മണ്ഡലത്തിലെ നമുക്കറിയാം, വലിയ നഷ്ടം പെട്ടെന്ന് രാത്രിയിൽ പോകേണ്ടി വന്നപ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കൈത്താങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിച്ച് സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ അത് എല്ലാ വീടുകൾക്കും, ഇവിടെയുള്ള വീടുകളൊക്കെ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, പക്ഷേ എന്നാൽ കൂടിയും അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവരെ ഒന്ന് അവരുടെ പ്രയാസത്തിൽ നമ്മൾ അവരോട് പങ്കുചേരുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വീടുകളിലേക്കും കിറ്റുകൾ കൊടുക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിലെ മുഴുവൻ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന മുഴുവൻ കുടുംബങ്ങൾക്കും നമ്മൾ ഇത്തരത്തിലുള്ള കിറ്റുകൾ കൊടുക്കും എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ കനത്ത മഴയും തുടർന്നുണ്ടായ പ്രളയവുമായി എല്ലാവർക്കും അറിയാവുന്ന കാരണം. പക്ഷേ ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി ആ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്ന നിയോജകമണ്ഡലമാണ് ചാലക്കുടി. ഇവിടെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ 2-3 പരിപാടികളിലും മീറ്റിങ്ങുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കേണ്ടായി.
സർക്കാരിൻ്റെ അംഗീകൃതമായ കണക്കെടുത്ത് അതിൻ്റെ മറ്റ് സഹായങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു താൽക്കാലികമായ ആശ്വാസം എന്ന രീതിയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് എല്ലാ സഹായവും നൽകി ചെറിയ ഒരു കിറ്റ് നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന MLAയുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരും. നമ്മളെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇതൊരു സ്ഥിരം തീർത്ഥയാത്രയാണ്. വർഷക്കാലമായി കഴിഞ്ഞാൽ മംഗലം കോളനിയിൽ വെള്ളം കയറുകയും അതിൻ്റെ ഭാഗമായി 2, 3, 4 ദിവസങ്ങൾ നമ്മൾ പെരിയാരം സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ മാറി താമസിക്കേണ്ടി വരുന്നൊരു അവസ്ഥ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതത്തിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ഇന്ന് ചിറക് 3ാം ഘട്ടം പരിപാടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു കൊച്ചു സഹായം എത്തിച്ചിരിക്കുകയാണ്. തുടർന്നും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തരാനായിട്ട് പരമാവധി അദ്ദേഹം ചെയ്യുമെന്ന് നമ്മോട് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ നല്ല പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വർഷവും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് MLAയുടെ എന്തായാലും ഈ ഇടപെടൽ വളരെ സഹായമായിട്ടുണ്ട്. സന്തോഷമായിട്ടുണ്ട്.